10th പ്രിലിംസ് സ്റ്റേജ് 1-ൽ സയൻസ് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ഏതാണ്? പ്ലാസെൻ്റ. ഇത് SCERT എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചിത്രം കണ്ടോ? SCERTയിലുള്ളതാണ്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെൻ്റ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസെൻ്റ രൂപപ്പെടുന്നത്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസെൻ്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴി, അതായത് പ്ലാസെൻ്റയിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുകയും മാലിന്യം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിലെത്തുന്നത് എങ്ങനെയാണ്? പൊക്കിൾക്കൊടി വഴിയാണ്. അതുവഴി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഗർഭാശയത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെൻ്റ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതാണ്. ഗർഭാശയത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെൻ്റ. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാക്കുന്നത്. അതായത് ഗർഭാശയത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ആവരണമാണ് അമ്നിയോൺ. അമ്നിയോൺ എന്ന ഈ ആവരണത്തിനുള്ളിലെ അമ്നിയോട്ടിക് ദ്രവം ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അമ്നിയോട്ടിക് ദ്രവം. അടുത്ത ചോദ്യം നോക്കാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? സ്ക്ലീറൻകൈമ. വിവിധ സസ്യകലകളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം. സൈലം, ഫ്ലോയം സംവഹന കലകളാണ്. പാരൻകൈമയുടെ സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമയുടെ സവിശേഷതകളാണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ കാണപ്പെടുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമയുടെ സവിശേഷതകളോ? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ള തരം കോശങ്ങൾ ചേർന്നത്. കോളൻകൈമയാണെങ്കിൽ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണ്. ഇത് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. പാരൻകൈമ എന്താണ്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമയാണെങ്കിൽ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. സംവഹന കലകൾ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് സംവഹനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് സംവഹന കലകൾ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയായതുകൊണ്ട് ഇവയെ സങ്കീർണ കലകൾ എന്നും അറിയപ്പെടുന്നു. സസ്യങ്ങളിലുള്ള 2 തരം സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും. സൈലത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. എന്തൊക്കെയാണ് സൈലത്തിൻ്റെ സവിശേഷതകൾ? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഫ്ലോയത്തിൻ്റെ സവിശേഷതകളാണ്
കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനി. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിൽ എത്തുന്നു. ഓക്കെ, വൃക്കാധമനി വഴിയാണ് അപ്പോൾ വൃക്കകളിൽ എത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം. ഇങ്ങനെ വൃക്കകളിലേക്ക് എത്തുന്ന രക്തം മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം വൃക്കാസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ വൃക്കയിൽ നിന്ന് പോകുന്നത് വൃക്കാസിര വഴിയാണ്. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹിനികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൻ. ഇവിടെ കണ്ടോ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകളാണ്. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശീനിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിൻ്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു.